ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത് എന്താണ്? പണമോ, വലിയ വീടോ, വില കൂടിയ വണ്ടിയോ? ഇതൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എന്താ കാര്യം? നമ്മൾ എപ്പോഴും തിരയുന്ന ആ യഥാർത്ഥ സന്തോഷം എങ്ങനെ സ്വന്തമാക്കാമെന്ന് ദലൈലാമയും പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ഹൊവാർഡ് കട്ട്ലറും ചേർന്നെഴുതിയ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, ദി ആർട്ട് ഓഫ് ഹാപ്പിനെസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ വിപ്ലവകരമായ ചില ആശയങ്ങളെ കുറിച്ചാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സന്തോഷമായിരിക്കുക എന്നത് ഒരു കലയാണ്. അത് നമുക്ക് പരിശീലിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. ദലൈലാമ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് മതക്കാരനാകട്ടെ, വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ, മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക എന്നതാണ്. പക്ഷേ നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താ? ലോട്ടറി അടിച്ചാൽ അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ വാങ്ങിയാൽ സന്തോഷം കിട്ടുമെന്ന്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് വലിയൊരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. ആദ്യത്തെ കുറച്ചു മാസം മൂപ്പർ ആകാശത്തായിരിക്കും. പുതിയ വീട്, പുതിയ വണ്ടി, വലിയ ആഘോഷം. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞു പോയി നോക്കിയാൽ പുള്ളി പഴയ അതേ മാനസികാവസ്ഥയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് വലിയൊരു അസുഖം വന്ന് വിഷമിക്കുന്ന ഒരാൾ. ആദ്യമൊക്കെ വലിയ സങ്കടമായിരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവരും ആ ജീവിതവുമായി പൊരുത്തപ്പെടും. ഇതിനെ ശാസ്ത്രലോകത്ത് ബേസ് ലൈൻ തിയറി എന്ന് പറയും. അതായത് പുറത്തുണ്ടാകുന്ന നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ നമ്മുടെ സന്തോഷത്തെ താൽക്കാലികമായി മാത്രമേ ബാധിക്കൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ യഥാർത്ഥ സന്തോഷം എന്നത് പുറത്തു നിന്നല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അടുത്തതായി പുസ്തകം പറയുന്നത്, ശരീരം നന്നാക്കാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് പോലെ സന്തോഷമായിരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണമെന്നാണ്. ടിബറ്റൻ ഭാഷയിൽ സെം എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം കേവലം ബുദ്ധി മാത്രമല്ല, നമ്മുടെ വികാരങ്ങളും ഹൃദയവും ചിന്താഗതിയും എല്ലാം ചേർന്നതാണത്. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ നമ്മുടെ ജീവിതം മാറും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയെ ആലോചിച്ചു നോക്കൂ. തൊട്ടടുത്ത വീട്ടുകാരൻ പുതിയ കാർ വാങ്ങിയാൽ ചിലർക്ക് അപ്പോ തന്നെ നെഞ്ചിരിച്ചിൽ തുടങ്ങും. അവൻ എവിടെ നിന്ന് കിട്ടി ഇത്രയും പണം എന്നാലോചിച്ച് സ്വന്തം സമാധാനം കളയും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വരുമാനവും വിജയവുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. അതിനു പകരം നമ്മളെക്കാൾ താഴെയുള്ള ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാവപ്പെട്ട ഒരു മനുഷ്യനെ നോക്കൂ. അപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് ദൈവാനുഗ്രഹത്താൽ എത്രയോ നല്ലൊരു ജീവിതമുണ്ട്. ഇതാണ് ചിന്താഗതി മാറ്റുക എന്ന് പറയുന്നത്. ദലൈലാമ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം എന്നത് സ്നേഹവും കരുണയുമാണ് എന്നതാണ്. ദേഷ്യവും അക്രമവും ഒക്കെ പുറത്തുനിന്ന് വരുന്ന താൽക്കാലിക വികാരങ്ങൾ മാത്രമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ ഒരു പ്രളയമോ പ്രകൃതി ദുരന്തമോ ഉണ്ടാകുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആളുകൾ ഇറങ്ങിത്തിരിക്കാറില്ലേ? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം തോന്നാറില്ലേ? അതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം. ക്രോധവും അസൂയയും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും നശിപ്പിക്കും. സ്വന്തം തെറ്റുകളോട് ക്ഷമിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം കിട്ടുകയുള്ളൂ. നമ്മൾ വിചാരിക്കാറുണ്ട് പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷം കിട്ടൂവെന്ന്. എന്നാൽ ലോകപ്രശസ്തനായ ദലൈലാമ പറയുന്നത് അതൊന്നുമല്ല യഥാർത്ഥ സന്തോഷം എന്നാണ്. നമ്മുടെ നാട്ടിലെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ച് ജീവിതത്തിൽ എങ്ങനെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താം എന്ന് നോക്കിയാലോ? ആദ്യത്തെ കാര്യം ആത്മബന്ധമാണ്. ദലൈലാമ പറയുന്നു, നമ്മൾ മനുഷ്യർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ ചായക്കടകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയം തൊട്ട് ലോക കാര്യങ്ങൾ വരെ സംസാരിച്ച് പരസ്പരം സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആ കൂട്ടായ്മയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ബന്ധം. റിസർച്ചുകൾ പറയുന്നത് ഇങ്ങനെ നല്ല സുഹൃത്തുക്കളും കുടുംബവുമുള്ള ആളുകൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. കോടീശ്വരനാകുന്നതിലല്ല, നാട്ടിലെ 4 പേരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതിലാണ് കാര്യം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് സഹാനുഭൂതിയെ കുറിച്ചാണ്. അതായത് മറ്റൊരാളുടെ വിഷമം നമ്മുടെ വിഷമമായി കാണുക.
നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മൾ ജാതിയോ മതമോ പണമോ നോക്കിയല്ല പരസ്പരം സഹായിച്ചത്. അതാണ് യഥാർത്ഥ സഹാനുഭൂതി. ദലൈലാമ ബന്ധങ്ങളെ രണ്ടായി തിരിക്കുന്നു. പണവും പദവിയും കണ്ടുവരുന്ന ബന്ധങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ പ്രളയകാലത്ത് നമ്മൾ കണ്ടതുപോലെ മനുഷ്യത്വത്തിന്റെ പുറത്ത് ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് ശാശ്വതം. സിനിമകളിൽ കാണുന്നത് പോലെയുള്ള വെറും സങ്കല്പ പ്രണയങ്ങളെക്കാൾ മൂല്യം ഇത്തരം ആഴത്തിലുള്ള മനുഷ്യബന്ധങ്ങൾക്കാണ്. അവസാനമായി കാരുണ്യം. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സ്. നമ്മുടെ നാട്ടിൽ വഴിയരികിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു പൊതിച്ചോറ് വാങ്ങി നൽകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംതൃപ്തി തോന്നാറില്ലേ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരുണ്യമുള്ള ഒരു മനസ്സ് സൂക്ഷിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറവായിരിക്കും. അവർ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കും. ചുരുക്കത്തിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് വഴി നമ്മൾ നമ്മളെ തന്നെയാണ് സഹായിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ദലൈലാമയുടെ ഈ വാക്കുകൾ ലളിതമാണ്. നല്ല ബന്ധങ്ങൾ വളർത്തുക, മറ്റുള്ളവരെ സഹായിക്കുക, സഹാനുഭൂതിയോടെ ജീവിക്കുക. ഇതാണ് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സങ്കടപ്പെടാത്തവരോ പ്രതിസന്ധികളിലൂടെ കടന്നുപോകാത്തവരോ ആയി നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഇല്ല. ദലൈലാമ തന്റെ ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന പുസ്തകത്തിൽ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റാനുള്ള ചില ലളിതമായ വഴികളെ കുറിച്ചാണ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമതായി, സങ്കടങ്ങളെ തിരിച്ചറിയുക, മുൻകൂട്ടി കാണുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി വരുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം എന്നാണ് ദലൈലാമ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ജീവിതം എപ്പോഴും ഒരേപോലെ സന്തോഷമായിരിക്കുമെന്നാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. ഒരു ഉദാഹരണം, നമ്മൾ 2018 മഹാപ്രളയം കണ്ടവരാണ്. അതുവരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് പെട്ടെന്ന് മുന്നിൽ വന്നത്. എന്നാൽ പ്രളയത്തിന് ശേഷം നമ്മൾ ഒത്തൊരുമയോടെ അതിനെ നേരിട്ടു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം അല്ലെങ്കിൽ ഒരു പരാജയം ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ആദ്യപടി. രണ്ടാമതായി, നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന സങ്കടങ്ങൾ. മനുഷ്യർ അനുഭവിക്കുന്ന മാനസിക സങ്കടങ്ങളിൽ ഭൂരിഭാഗവും പുറത്തുനിന്നുള്ള കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ മനസ്സ് സ്വയം സൃഷ്ടിക്കുന്നതാണ്. അനാവശ്യ ചിന്തകൾ, നെഗറ്റീവ് ഓർമ്മകൾ എന്നിവ വീണ്ടും വീണ്ടും ആലോചിച്ച് നമ്മൾ സങ്കടം ഇരട്ടിയാക്കുന്നു. നമ്മുടെ ഈഗോ അഥവാ അഹംഭാവമാണ് ഇതിന് പ്രധാന കാരണം. ഒരു ഉദാഹരണം, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രണയ പരാജയത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാജയത്തെക്കാൾ വലിയ സങ്കടം അവരുടെ മനസ്സ് അതിനെക്കുറിച്ച് ആലോചിച്ച് ഉണ്ടാക്കുന്നതാണ്. ദേഷ്യവും വിഷമവും മനസ്സിൽ വെക്കുന്നത് നമ്മൾ വിഷം കുടിച്ചിട്ട് മറ്റുള്ളവർ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. മൂന്നാമതായി, കാഴ്ചപ്പാടുകൾ മാറ്റുക. ഒരു നാണയത്തിന് ഇരുവശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഏതൊരു പ്രതിസന്ധിക്കും മറ്റൊരു വശമുണ്ട്. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് കാര്യം. ശത്രുക്കളെ പോലും നമ്മുടെ അധ്യാപകരായി കാണാൻ ദലൈലാമ ആവശ്യപ്പെടുന്നു. കാരണം അവരാണ് നമ്മളെ ക്ഷമയും സഹനശക്തിയും പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. പഴയ കാലത്ത് കൃഷി നശിക്കുമ്പോൾ നമ്മുടെ കർഷകർ തളർന്നു പോകാതെ അടുത്ത വിളവെടുപ്പിനായി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടും എന്ന പോസിറ്റീവ് ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളുടെ ഭാരം കുറയും. നാലാമതായി, സങ്കടങ്ങളിൽ നിന്നും അർത്ഥം കണ്ടെത്തുക. കഷ്ടപ്പാടുകൾക്ക് ഒരു അർത്ഥമുണ്ടെങ്കിൽ നമുക്ക് അതിനെ എളുപ്പത്തിൽ മറികടക്കാം. അമ്മമാർ പ്രസവ വേദന സഹിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയാണ്. ആ വേദനയ്ക്ക് പിന്നിൽ ഒരു വലിയ സന്തോഷമുണ്ട് എന്ന് അവർക്കറിയാം. ഒരു ഉദാഹരണം എടുക്കാം. കഠിനമായ വെയിലിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ തൊഴിലാളി
ആ വേദന സഹിക്കുന്നത് തൻ്റെ മക്കളുടെ പഠിപ്പിനും കുടുംബത്തിന്റെ വിശപ്പടക്കാനും വേണ്ടിയാണ്. ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഏത് വലിയ വേദനയും നമുക്ക് സഹിക്കാൻ കഴിയും. കഷ്ടപ്പാടുകൾ നമ്മളെ കൂടുതൽ ശക്തരും ദയാലുകളുമാക്കി മാറ്റുന്നു. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, എങ്ങനെയാണ് ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക എന്ന്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ദലൈലാമ തന്റെ പുസ്തകത്തിൽ വളരെ ലളിതമായി പറയുന്നുണ്ട്. ആദ്യമായി അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും മാറ്റം വരുത്തുന്നതിനെ കുറിച്ചാണ്. മാറ്റം എന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിൽ ഒരു വീട് വെക്കുകയോ അല്ലെങ്കിൽ തരിച്ചു കിടക്കുന്ന ഒരു പറമ്പിൽ കൃഷി ഇറക്കുകയോ ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വിളവ് കിട്ടില്ല. മണ്ണ് ഒരുക്കണം, വിത്ത് പാകണം, ദിവസവും നനയ്ക്കണം. അതുപോലെയാണ് നമ്മുടെ മനസ്സിന്റെ മാറ്റവും. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളുടെയും നെഗറ്റീവ് ചിന്തകളുടെയും കാരണം കണ്ടെത്തി അവയെ പടിപടിയായി മാറ്റിയെടുക്കാൻ നമ്മൾ ദിവസവും പരിശ്രമിക്കണം. നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലന്മാർ ദേഷ്യവും വിദ്വേഷവുമാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെടുന്നു. അത് നമ്മുടെ ബന്ധങ്ങളെ മാത്രമല്ല, സ്വന്തം ആരോഗ്യത്തെയും തകർക്കും. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിലെ തിരക്കേറിയ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വണ്ടി മുന്നിലേക്ക് കയറ്റിയാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട്, അല്ലേ? അവിടെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പകരം നമ്മുടെ ദിവസത്തെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ദലൈലാമ പറയുന്നത് ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ്. ശാന്തമായ മനസ്സോടെയുള്ള തീരുമാനങ്ങളാണ് കൂടുതൽ ഫലപ്രദം. മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിൽ പറമ്പ് അതിർത്തിയെ ചൊല്ലിയോ മറ്റു വർഷങ്ങളായി തുടരുന്ന കുടുംബ വഴക്കുകൾ കാണാം. മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിൽ കനൽ വാരി പിടിക്കുന്നത് പോലെയാണ്. അത് പൊള്ളിക്കുന്നത് മറ്റുള്ളവരെയല്ല, നമ്മളെ തന്നെയാണ്. ഈ ദേഷ്യത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദലൈലാമ 2 വഴികൾ നിർദ്ദേശിക്കുന്നു: ക്ഷമയും കാരുണ്യവും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ദേഷ്യം പകുതിയായി കുറയും. അടുത്തതായി പുസ്തകത്തിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും നേരിടുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്: ഉത്കണ്ഠ. പിന്നെ എനിക്കതിന് കഴിയില്ല എന്ന ആത്മവിശ്വാസക്കുറവ്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ചിന്തകളിലോ നമ്മൾ എപ്പോഴും ആകുലപ്പെടാറുണ്ട്. നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. ദലൈലാമ പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് വശങ്ങളെ തിരിച്ചറിയണമെന്നാണ്. നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നത് നിർത്തണം. നമ്മുടെ ചെറിയ വിജയങ്ങളെ പോലും അഭിനന്ദിക്കാൻ പഠിക്കുമ്പോൾ ഉള്ളിൽ തനിയെ ആത്മവിശ്വാസം വളരും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? കുറച്ചു പണം സമ്പാദിക്കുക, നല്ലൊരു വീട് വയ്ക്കുക, ഇതൊക്കെയാണോ? അല്ലേ? ഇതിന്റെയൊക്കെ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നേയുള്ളൂ: സന്തോഷം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുക? വലിയൊരു കാറോ ബംഗ്ലാവോ വാങ്ങിയാൽ ഈ സന്തോഷം കിട്ടുമോ? ആത്മീയതയും സന്തോഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ വലിയൊരു തത്വചിന്തയായി തോന്നാം, പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ഇതിന് വലിയൊരു ബന്ധമുണ്ട്. നമ്മൾ ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക എന്താണ്? വലിയ താടിയും മുടിയും വളർത്തുക, അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിക്കുക, എപ്പോഴും പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുക, ഇതൊക്കെയല്ലേ? ദലൈലാമ പറയുന്നു, അതല്ല ആത്മീയത. ഒരു സന്യാസിയുടെ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ആത്മീയവാദി ആകുന്നില്ല. ഒരു ഉദാഹരണം നോക്കാം. ദിവസവും രാവിലെ അമ്പലത്തിൽ പോവുകയും പക്ഷെ അയൽക്കാരനോട് എപ്പോഴും വഴക്കിടുകയും മറ്റുള്ളവരെ ചതിക്കുകയും ചെയ്യുന്ന ഒരാൾ. എന്നാൽ ഒരു പ്രാർത്ഥനയ്ക്കും പോകാതെ പാവപ്പെട്ടവനെ സഹായിക്കാൻ ഓടിയെത്തുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന മറ്റൊരു വ്യക്തി. ഇതിൽ ആരാണ് യഥാർത്ഥ ആത്മീയതയുള്ളയാൾ? തീർച്ചയായും രണ്ടാമത്തെ ആൾ തന്നെ. അതായത് ആത്മീയത എന്നത് വസ്ത്രത്തിലോ ആചാരങ്ങളിലോ അല്ല, നമ്മുടെ മനസ്സിന്റെ നന്മയിലാണ്.
ദലൈലാമ ആത്മീയതയെ 2 തലങ്ങളായി തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മതപരമായ വിശ്വാസങ്ങൾ. നമ്മുടെ നാട്ടിലെ പോലെ വ്യത്യസ്ത മതങ്ങളും അവയുടെ ആചാരങ്ങളും. രണ്ടാമത്തേത് അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ. സ്നേഹം, ദയ, കരുണ, മറ്റുള്ളവരോടുള്ള ആദരവ് എന്നിവയാണവ. നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് നമ്മുടെ മതസൗഹാർദ്ദം. ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇവിടെ നമ്മളെ ഒന്നിപ്പിക്കുന്നത് എന്താണ്? ആ രണ്ടാമത് പറഞ്ഞ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളാണ്. നിങ്ങളുടെ സംസ്കാരവും സ്വഭാവവും എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ആത്മീയ പാത തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മനുഷ്യനെ നല്ലൊരു വ്യക്തിയാക്കുക, ഈ ലോകത്തെ മികച്ചൊരു സ്ഥലമാക്കുക എന്നത് മാത്രമാണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മെ താങ്ങി നിർത്താൻ ഈ ആഴത്തിലുള്ള വിശ്വാസങ്ങൾക്ക് കഴിയും. ഈ പുസ്തകത്തിൽ ടെറി ആൻഡേഴ്സൺ എന്നൊരു വ്യക്തിയുടെ കഥ പറയുന്നുണ്ട്. 1985 ബെയ്റൂട്ടിൽ വെച്ച് തീവ്രവാദികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും 7 വർഷത്തോളം തടവിലാക്കുകയും ചെയ്തു. ആ ക്രൂരമായ തടവറയ്ക്കുള്ളിലും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള പ്രത്യാശ നൽകിയത് അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള പ്രാർത്ഥനയും വിശ്വാസവുമായിരുന്നു. ഒടുവിൽ മോചിതനായപ്പോൾ അദ്ദേഹം ഒട്ടും തളർന്നിരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ പ്രളയങ്ങളോ കോവിഡോ അല്ലെങ്കിൽ വ്യക്തിപരമായ തകർച്ചകളോ ഉണ്ടാകുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഉള്ളിലെ പോസിറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളുമാണ്. ഇതും കടന്നുപോകും എന്ന ആ ഒരു ആത്മവിശ്വാസം. അപ്പോൾ സുഹൃത്തുക്കളെ, ദി ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന പുസ്തകം നമുക്ക് തരുന്ന വലിയൊരു പാഠം ഇതാണ്. സന്തോഷം എന്നത് കടയിൽ പോയി വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. അത് പുറമേയുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുമില്ല. നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക, ഉള്ളിൽ കരുണയും സ്നേഹവും സൂക്ഷിക്കുക. ദിവസവും കുറച്ചു സമയം ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ മാറ്റിവെച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശീലിക്കുക. ഇത്രയുമായാൽ സന്തോഷം തനിയെ നമ്മളെ തേടി വരും. സങ്കടങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ അതിൽ വീണുപോകാതെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും നമ്മുടെ ചിന്താഗതികൾ മാറ്റാനും കഴിഞ്ഞാൽ ഏതു പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവില്ല എങ്കിലും ദിവസവുമുള്ള ചെറിയ പരിശ്രമങ്ങളിലൂടെ ദേഷ്യത്തെയും ഉത്കണ്ഠയെയും മാറ്റി നിർത്തി നമുക്ക് സന്തോഷം കണ്ടെത്താം. നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ഇതാണ് ദലൈലാമ പറയുന്ന ദി ആർട്ട് ഓഫ് ഹാപ്പിനെസ്. ദി ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുസ്തകവുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.